الحمد لله الواحد القهار نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أفمن أسس بنيانه على تقوى من الله ورضوان خير أم من أسس بنيانه على شفا جرف هار فانهار به في نار جهنم والله لا يهدي القوم الظالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ദുനിയാവിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ
മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള സൗഭാഗ്യമുണ്ടായത് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹക്കുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മദീനയിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള സംഭവങ്ങൾ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ലമ്മാ നസല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി നസല ഫിസ്സുഫൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ അതിഥിയായി വന്നപ്പോൾ റസൂൽ വീടിന്റെ താഴ്ഭാഗത്താണ് അതിഥിയായി എത്തിയത്. വഅന ഉമ്മു അയ്യൂബ് ഫിൽ ഉലൂം. ഞാനും ഉമ്മു അയ്യൂബും വീടിന്റെ മുകൾ ഭാഗത്തുമായിരുന്നു. ഫഖുൽതു ലഹു. അപ്പൊ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു: യാ നബിയല്ലാഹ് ബി അബി അൻത വ ഉമ്മി. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മയും എന്റെ ഉപ്പയുമാണ് സത്യം. ഇന്നി ല അക്റഹു വ ഉഅളിമു അൻ അകൂന ഫൗഖക. ഞാൻ റസൂലിന്റെ മുകളിലായിരിക്കുന്നതിനെ, മുകളിൽ പാർക്കേണ്ടി വരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും അതൊരു വലിയ കുറ്റമായി കാണുകയും ചെയ്യുന്നു. വതകൂനു തഹ്തി. താങ്കൾ എന്റെ താഴെ കിടക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്നെ അസ്വസ്ഥപ്പെടുന്നു. ഫൽഹറ അൻത ഫകുൻ ഫിൽ ഉലൂ. അതുകൊണ്ട് റസൂലേ, അങ്ങ് മുകളിലേക്ക് കയറണം, ഞങ്ങൾ താഴെ പാർത്തുകൊള്ളാം എന്ന അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്: യാ അബാ അയ്യൂബ്, ഇന്ന അർഫഖ ബിനാ വ ബിമൻ യഖ്ശാന അൻ നകൂന ഫീ സുഫ്ലിൽ ബൈത്ത്. കൂടുതലൊന്നും വിശദീകരണങ്ങളില്ലാതെ എനിക്കും എന്റെ കൂടെയുള്ളവർക്കും താഴെ പാർക്കുന്നതാണ് സൗകര്യം എന്ന് മാത്രം പറഞ്ഞ് അബൂ അയ്യൂബ് അൻസാരിയുടെ ആ ആവശ്യത്തെ അല്ലെങ്കിൽ ആ ആശങ്കയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടുത്തു നിർത്തി എന്നതാണ്. പിന്നീട് അബൂ അയ്യൂബ് അൻസാരി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നത്: ഫലഖദ് ഇൻകസറ ഹുബ്ബുൻ ലനാ ഫീഹി മാഉൻ. ഞങ്ങൾ വെള്ളം വെച്ചിരുന്ന ഒരു പാത്രം ഒരു ദിവസം അങ്ങനെ മുകളിൽ കഴിയവേ ആ പാത്രം പൊട്ടുകയും അതിലുള്ള വെള്ളം ഇങ്ങനെ നിലത്ത് ഒഴുകുകയും ചെയ്തു. ഫഖുംതു അന വ ഉമ്മു അയ്യൂബ് ബിഖതീഫത്തിൻ ലനാ മാ ലനാ ലിഹാഫുൻ ഗൈറുഹാ. അപ്പോൾ ഞാനും ഉമ്മു അയ്യൂബും പെട്ടെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പുതപ്പെടുത്ത്, ഞങ്ങൾക്കതല്ലാതെ വേറൊരു പുതപ്പില്ല, ആ പുതപ്പെടുത്ത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വളരെ ശ്രമകരമായി ആ വെള്ളമൊക്കെയും തുടച്ചെടുത്തു. വിടവിലൂടെ ഒരു തുള്ളി പോലും താഴോട്ടിറങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പതിക്കാതിരിക്കാനുള്ള ജാഗ്രതയിൽ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആതിഥേയത്വമൊക്കെ സ്വീകരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മദീനയിൽ നിർവഹിച്ച ഒന്നാമത്തെ പണി കാന അവ്വല മാ ഖാമ ബിഹി റസൂലു ബിൽ മദീനത്തി ബിനാഉൽ മസ്ജിദ്. മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഒന്നാമത്തെ പണി അത് മദീനയിൽ പള്ളി പണിയുക എന്നതായിരുന്നു. നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ലക്ഷ്യം, മദീനയിലേക്കുള്ള ഹിജ്റയുടെ ലക്ഷ്യം അതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും രൂപവൽക്കരണമായിരുന്നു എന്ന കാര്യത്തിൽ സീറ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അങ്ങനെ ഒരു രാഷ്ട്രം പണിയാൻ വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യം ചെയ്ത പണി ഒരു പള്ളിയുടെ നിർമ്മാണമാണ് എന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ളത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മദീനത റാകിബൻ റാഹിലതഹു ഫസാറ യംശി മഅഹു الناس ഹത്താ ബറകത് ഇൻദ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ചു. മദീനയിൽ പ്രവേശിച്ചതിന് ശേഷം ജനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് അങ്ങനെ സഞ്ചരിച്ചു. ജനങ്ങൾ റസൂലിന്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ചു. ഒടുവിൽ മദീന പള്ളി റസൂൽ പിന്നീട് നിർമ്മിച്ച സ്ഥലത്ത് വന്ന് ഒട്ടകം മുട്ടുകുത്തുകയും
അവിടെ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താവളമാക്കുകയും ചെയ്തു. ആ പ്രദേശത്ത് നേരത്തെ തന്നെ ഈത്തപ്പഴങ്ങൾ ഉണക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശമായതുകൊണ്ട്, ഒരു ഭൂമിയായതുകൊണ്ട് ആ സ്ഥലം ഉപയോഗപ്പെടുത്തി നേരത്തെ തന്നെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തെ തുടർന്ന് ഉള്ള സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങൾ അവിടെ നമസ്കാരം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. വകാന മിർബദൻ ലിത്തംരി ലിസഹ്ലിൻ വസുഹൈൽ ഗുലാമൈനി യതീമൈനി ഫീ ഹിജ്രി അസ്അദ് ബിൻ സുറാറ. നേരത്തെ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ ചരിത്രം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനോടൊത്ത് മദീനയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത മദീനക്കാരനായ അസ്അദ് ബിൻ സുറാറയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ വളർന്നിരുന്ന രണ്ട് അനാഥ മക്കളുടെ സഹൽ, സുഹൈൽ എന്നു പേരുള്ള രണ്ട് അനാഥ മക്കളുടേതായിരുന്നു ആ ഭൂമി. فقال رسول الله صلى الله عليه وسلم حين بركت به راحلته هذا ان شاء الله المنزل. അങ്ങനെ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വിധിപ്രകാരം ഇത് തന്നെയാണ് തങ്ങാനുള്ള സ്ഥലം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ثم دعا رسول الله صلى الله عليه وسلم الغلامين فصابهما بالمربد ليتخذ مسجدا. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹലിനെയും സുഹൈലിനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പള്ളി നിർമ്മാണത്തിന് വേണ്ടി ആ ഭൂമി അവരിൽ നിന്ന് വിലക്ക് വാങ്ങാനുള്ള ബാർഗെയിനിങ് നടത്തി, വിലപേശൽ നടത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി. ഫഖാല, അപ്പൊ അവർ പറഞ്ഞു, ലാ ബൽ നഹബുഹു ലക യാ റസൂലല്ലാഹ്, അല്ല റസൂലേ, ഞങ്ങൾ താങ്കൾക്കത് ദാനമായി ഇഷ്ടസമ്മാനമായി നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന് ആ യതീം മക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഫഅബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖ്ബലഹു മിൻഹുമാ ഹിബതൻ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ഇഷ്ടദാനമായി സ്വീകരിക്കുന്നത് നിരസിക്കുകയും ഹത്താ ഇബ്താഅഹു മിൻഹുമാ, വില കൊടുത്തു തന്നെ അവരിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭൂമി വാങ്ങുകയും അവിടെ പള്ളി നിർമ്മിക്കുകയുമാണ് ഉണ്ടായത്. അപ്പൊ പള്ളി നിർമ്മാണം നടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് ഖിബിലയായുള്ളത് ബൈത്തുൽ മഖ്ദിസാണ്. അതുകൊണ്ട് ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ഖിബിലയായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മാണം നടത്തിയത്. അപ്പൊ പള്ളിയുടെ മുൻഭാഗത്ത് ഈത്തപ്പനകൾ കൊണ്ട്, ഈത്തപ്പന തടികൾ കൊണ്ട് ഖിബിലയുടെ ഭാഗത്ത് ചുമരുണ്ടാക്കുകയും അതിനു മുമ്പ് തറ കീറി 3 മുഴം ആഴത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ കിളകളച്ച് അങ്ങനെ തറക്ക് വേണ്ടി മണ്ണ് കീറി അതിൽ മണ്ണ് കുഴച്ച് മൺകട്ടകൾ ഉണ്ടാക്കി അതുകൊണ്ട് അതിന്റെ അടിത്തറ പാകി അവിടെ നിന്ന് മുകളിലോട്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ചുമരുകൾ ഉണ്ടായിരുന്നില്ല മുൻഭാഗത്തല്ലാതെ, ചുമരുകളില്ലാതെ, മേൽക്കൂരയില്ലാതെ തുറസ്സായ ഒരു സ്ഥലം പോലെയാണ് പള്ളിയുടെ നിർമ്മാണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി. ഏതാണ്ട് 16 മാസക്കാലം അങ്ങനെ ആ പള്ളിയിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുള്ള നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് ഖിബില മാറ്റം ഉണ്ടാവുകയും നേരെ വിപരീത ദിശയിലേക്ക് പള്ളിയുടെ മുഖം മാറുകയും ഖിബിലയുടെ ദിശ മാറുകയും ചെയ്തത്. അപ്പൊ അങ്ങനെ ഖിബിലയുടെ ദിശ മാറുകയും ആദ്യം പള്ളിയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന ഈത്തപ്പന തടികൾ ഉപയോഗിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഈത്തപ്പനയുടെ ഓലകൾ ഉപയോഗിച്ച് ചെറിയ മേൽക്കൂരയുണ്ടാക്കുകയും അത് പിന്നീട് പാവപ്പെട്ടവരായ അഗതികളായ നിരാലംബരായ സ്വഹാബികൾക്ക് വസിക്കാനുള്ള അസ്സുഫ എന്ന പേരിൽ അറിയപ്പെടുന്ന തണൽ എന്നർത്ഥമുള്ള അസ്സുഫ, അസ്ഹാബു സുഫ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യമായി അത് പരിവർത്തിപ്പിക്കുകയുമാണ് ചെയ്തത് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്റെ പള്ളി നിർമ്മാണം പൂർത്തിയാക്കുകയും ആ പള്ളി കേന്ദ്രീകരിച്ച് അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള ആരാധനാകർമ്മങ്ങൾ വളരെ ചിട്ടയിൽ തുടർന്നു പോരുകയും ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ കേന്ദ്രം എന്നുള്ള നിലക്ക് മദീന രാഷ്ട്രത്തിന്റെ ആസ്ഥാനമായി അതിന്റെ ഒരു ഭരണ കേന്ദ്രമായി ആ പള്ളി വർത്തിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മതവും രാഷ്ട്രവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ തന്നെ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഹിജ്റയുടെ സ്മരണകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം ചെയ്ത പണി എന്താണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപീകരിച്ച ഒരു സാമൂഹിക ക്രമത്തിന്റെയും
രാജ്യത്തിന്റെയും ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെയും ആസ്ഥാനമായി അതിന്റെ ഒരു പാർലമെന്റായി വർത്തിച്ചത് റസൂലിന്റെ പള്ളിയായിരുന്നു എന്നൊക്കെ ഉള്ള ഓർമ്മപ്പെടുത്തലുകൾ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ വെച്ച് നടത്തിയ ആദ്യത്തെ ഖുതുബ സീറ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇടയിൽ എണീറ്റ് നിൽക്കുകയും അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം, അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആദ്യത്തെ ഖുതുബയിലെ വചനങ്ങൾ ഇങ്ങനെയാണ്: അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഫഖദ്ദിമൂ ലി അൻഫുസിക്കും. ജനങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ മുന്നോട്ട് വെക്കുവിൻ, സമർപ്പിക്കുവിൻ. തഅലമുന്ന വല്ലാഹി ലയുസ്അഖന്ന അഹദുക്കും. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം അറിയണം, ഉറപ്പായും നിങ്ങൾ ഓരോരുത്തരും തലക്കടിയേൽക്കുന്നത് പോലെ മരിച്ചു പോകുന്നതാണ്. സുമ്മ ലയതഅന്ന വനമഹു ലൈസ ലഹാ റാഇൻ. അങ്ങനെ ഒരു സാത്തിന്റെ, ഒന്നുകിൽ മരണത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ അന്ത്യനാളിന്റെ രൂപത്തിൽ തന്റെ ജീവിതാവസാനത്തെ കാണുന്ന ഘട്ടത്തിൽ ആടുകളെ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ മുതൽ എന്ന് പറയുന്നത് ആടുകൾ, ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുന്നതാണ്. ഒരു ആട്ടിടയൻ പോലും ശ്രദ്ധിക്കാത്ത വിധം ആടുമാടുകളെയൊക്കെ വിട്ടേച്ചുകൊണ്ട് മനുഷ്യർ ഓടി അകലുന്ന സന്ദർഭം വരും, കാലം വരും എന്നതാണ്. അതിനുശേഷം അവനോട് അവന്റെ റബ്ബ് പറയും, മനുഷ്യൻ ഇങ്ങനെ നാശത്തിന് വിധേയമായതിനു ശേഷം, വീണ്ടും ഒരു പുനരുജ്ജീവനം ഉണ്ടായതിനു ശേഷം അള്ളാഹു അവനോട് പറയും, വലൈസ ലഹു തർജുമാനുൻ വലാ ഹാജിബുൻ യഹ്ജിബുഹു ദൂനഹു. അവനിടയിൽ, അവനും അള്ളാഹുവിനുമിടയിൽ ഒരു ട്രാൻസ്ലേറ്ററോ ഒരു തർജ്ജമക്കാരനോ അള്ളാഹുവിനെയും അവനെയും പരസ്പരം തടയുന്ന ഒരു മറയോ ഇല്ലാത്ത ഒരവസ്ഥയിൽ അള്ളാഹു മനുഷ്യനോട് പറയും, അലം യഅതിക റസൂലി ഫബല്ലഗക. നിനക്ക് എന്റെ റസൂൽ വന്നെത്തുകയും ആ റസൂൽ നിനക്ക് എന്റെ സന്ദേശം, എന്റെ ഹിദായത്ത് എത്തിച്ചു തരികയും ചെയ്തതല്ലേ എന്ന് അള്ളാഹു ചോദിക്കും. അതുപോലെ തന്നെ ഞാൻ നിനക്ക് സമ്പത്ത് തന്നിരുന്നില്ലേ? എന്ന് മാത്രമല്ല, ഞാൻ നിനക്ക് ധാരാളം ഔദാര്യങ്ങൾ ചെയ്തു തന്നിരുന്നില്ലേ? എന്നിട്ട് നീ നിനക്ക് വേണ്ടി ആ സമ്പത്തും അനുഗ്രഹങ്ങളും ഉപയോഗിച്ച് എന്താണ് ചെയ്തു കൂട്ടിയത് എന്ന് അള്ളാഹു ചോദിക്കും. ഫലയൻദുറന്ന യമീനൻ വശമാലൻ. അപ്പൊ മനുഷ്യൻ ഇടവും വലവും ഒക്കെ നോക്കും. ഫലാ യറാ ശൈഅൻ. അവനൊന്നും കാണാൻ കഴിയുകയില്ല. സുമ്മ ലയൻദുറന്ന ഖുദ്ദാമഹു. പിന്നീട് മനുഷ്യൻ അവന്റെ മുമ്പിലേക്ക് നോക്കും. ഫലാ യറാ ഗൈറ ജഹന്നം. അങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല. എന്നിട്ട് റസൂല് പറയുകയാണ്, ഫമൻ ഇസ്തതാഅ അൻ യഖിയ വജ്ഹഹു മിനൻ നാരി വലൗ ബിശഖ്ഖി തംറത്തിൻ ഫല്യഫഅൽ. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു കാരക്കച്ചുകൾ കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് സ്വന്തത്തെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവനത് ചെയ്തുകൊള്ളട്ടെ. വമൻ ലം യജിദ്. അങ്ങനെ ഒരു കാരക്കച്ചുകളെങ്കിലും കൈവശമില്ലാത്തവൻ, അതുപോലും കണ്ടെത്താൻ കഴിയാത്തവൻ, അവൻ വലൗ ഫബി കലിമത്തിൻ ത്വയ്യിബത്തിൻ. സൽവചനങ്ങൾ കൊണ്ടെങ്കിലും അവൻ നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഫഇന്ന ബിഹാ തുജ്സൽ ഹസനതു അശ്റു അംസാലിഹാ. അവിടെ സൽക്കർമ്മങ്ങളൊക്കെയും നന്മകൾക്കൊക്കെയും 10 ഇരട്ടി മുതൽ ഇലാ 700 ദഅഫിൻ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടുന്ന ഇടമാണത്. അതുകൊണ്ട് അവിടേക്ക് വേണ്ടി ഒരു കാരക്കച്ചീളെങ്കിലും സ്വതക്കയായി നൽകി, സൽവചനങ്ങളെങ്കിലും, അതുമില്ലാത്തവൻ, ഒരു ഗതിയും പരഗതിയുമില്ലാത്തവൻ, അവൻ സൽവചനങ്ങൾ കൊണ്ടെങ്കിലും സ്വതക്കകൾ തീർത്ത് ആ നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊള്ളട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദ്യത്തെ ഖുതുബയിൽ പറഞ്ഞത് എന്ന് കാണാൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദ്യത്തെ ഖുതുബ അവസാനിപ്പിച്ചു എന്നുമാണ് സീറ ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഈ ഖുതുബയുടെ ഒരു ശൈലിയും സ്വഭാവവും മനസ്സിലാക്കുമ്പോൾ അതൊരു ജുമുഅയുടെ ഖുതുബയൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് പള്ളി കേന്ദ്രീകരിച്ച്, താൻ നിർമ്മിച്ച പള്ളി കേന്ദ്രീകരിച്ച് നിരന്തരമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെയും മിമ്പറിലേക്ക് കയറുകയും വളരെ ഗൗരവപൂർവ്വം അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശങ്ങൾ
തന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് കൈമാറുകയും ചെയ്യുന്ന രീതിയുണ്ടായിരുന്നു. റസൂലിന്റെ രണ്ടാമത്തെ ഒരു ഖുതുബയെ കുറിച്ച് സീറ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ ഖുതുബ ഇങ്ങനെയാണ്: ഇന്നൽ ഹംദലില്ലാഹി അഹ്മദുഹു വഅസ്തഈനുഹു നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന അഹ്സനൽ ഹദീസി കിതാബുല്ലാഹി തബാറക വ തആല, ഏറ്റവും നല്ല വചനങ്ങൾ അത് അല്ലാഹുവിന്റെ കലാമാകുന്നു, അല്ലാഹുവിന്റെ കിതാബാകുന്നു. ഖദ് അഫ്ലഹ മൻ സയ്യനഹു അല്ലാഹു ഫീ ഖൽബിഹി, ആരുടെ ഹൃദയത്തിലാണോ ആ ദിവ്യവചനങ്ങൾ കൊണ്ട് അല്ലാഹു അലങ്കൃതമാക്കിയിട്ടുള്ളത് അവൻ വിജയിക്കുക തന്നെ ചെയ്യും. വഅദ്ഖലഹു ഫിൽ ഇസ്ലാമി ബഅദൽ കുഫർ, കുഫറിന് ശേഷം അങ്ങനെയുള്ള ആളെയാണ് അല്ലാഹു ഇസ്ലാമിൽ പ്രവേശിപ്പിക്കുക. വഖ്താറഹു അലാ മാ സിവാഹു മിൻ അഹാദീസിൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു വേണ്ടി ജനങ്ങളുടെ വചനങ്ങളൊക്കെ മാറ്റി നിർത്തി അല്ലാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങൾ അവനു വേണ്ടി തെരഞ്ഞെടുത്തതാണ്. ഇന്നഹു അഹ്സനുൽ ഹദീസി വ അബ്ലഗുഹു, അത് ഏറ്റവും നല്ല സംസാരവും ഏറ്റവും ഗ്രാഹ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനശേഷിയുള്ള വചനങ്ങളുമാണ് അള്ളാഹുവിൻ്റെത്. എന്നിട്ട് റസൂല് പറഞ്ഞത് അഹിബ്ബു മൻ അഹബ്ബല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നിങ്ങളും ഇഷ്ടപ്പെടുക. അഹിബ്ബുല്ലാഹ മിൻ കുല്ലി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുക. വലാ തമല്ലു കലാമല്ലാഹി വദിക്റഹു, ഒരിക്കലും അള്ളാഹുവിന്റെ കലാമിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും നിങ്ങൾ മടുപ്പ് കാണിക്കരുത്, നിങ്ങൾക്കതിൽ ബോറടി ഉണ്ടാകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. വലാ തഖ്സു അൻഹു ഖുലൂബുക്കും, അള്ളാഹുവിന്റെ വചനത്തെ തൊട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമായി പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മുമ്പിൽ ആ വചനങ്ങളുടെ ആശയങ്ങൾ, അതിന്റെ സന്മാർഗം ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. ഫഇന്നഹു മിൻ കുല്ലി മാ യഖ്ലുഖുല്ലാഹു യഖ്താർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാറ്റിൽ നിന്നും ചിലതിനെ സവിശേഷമായി തെരഞ്ഞെടുക്കും. വയസ്തഫി, സവിശേഷമായി കടഞ്ഞെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവന്റെ അടിമകളിൽ നിന്ന്, അതേപോലെ തന്നെ അവന്റെ സംസാരത്തിൽ നിന്ന് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ കലാം എന്നുള്ള നിലക്ക്, അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്നുള്ള നിലക്ക് നിങ്ങളുടെ മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞത് വമിൻ കുല്ലി മാ ഊതിയൻ നാസു അൽ ഹലാലു വൽ ഹറാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് നൽകിയ എല്ലാറ്റിലും ഹലാലും ഹറാമും തെരഞ്ഞെടുത്തിട്ടുണ്ട്, അത് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഅബ്ദുല്ലാഹ്, ആ ഹലാൽ ഹറാമുകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന് വഴിപ്പെടണം. വലാ തുശ്രികൂ ബിഹി ഷൈആ, ഹലാൽ ഹറാമുകളിൽ ജീവിതത്തിൽ എന്തൊക്കെയാണ് പാടുള്ളത്, എന്തൊക്കെയാണ് അരുതാത്തത് എന്ന കാര്യത്തിൽ അല്ലാഹു അല്ലാത്തവർക്ക് നിങ്ങൾ വഴിപ്പെടരുത്, അല്ലാഹു അല്ലാത്തവർ അല്ലാഹുവിനോട് പങ്കു ചേർക്കരുത്. വത്തഖൂഹു ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് പ്രകാരം സൂക്ഷിക്കണം. വസ്തുഖുല്ലാഹ സ്വാലിഹ മാ തഖൂലൂന ബിഅഫ്വാഹിക്കും, നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അല്ലാഹുവോട് സത്യസന്ധത പുലർത്തണം. അഥവാ നിങ്ങളുടെ വാക്കുകൾ ഒരു വഴിക്കും സംസാരം ഒരു വഴിക്കും നിങ്ങളുടെ പ്രവർത്തികൾ മറ്റൊരു വഴിക്കും ആകരുത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾ ജീവിതം കൊണ്ട് അതിനെ സത്യപ്പെടുത്തണം എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. വതഹാബ്ബു ബിറൂഹില്ലാഹി ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റൂഹിനെ മുൻനിർത്തി, നിങ്ങളിൽ എല്ലാവരിലും ഊതപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ റൂഹിനെ മുൻനിർത്തി നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നും ഇന്നല്ലാഹ യഗ്ളബു അൻ യുൻകസ അഹദുഹു, അല്ലാഹു അവന്റെ വാഗ്ദാനങ്ങൾ, അവന്റെ കരാറുകൾ, അവനോടുള്ള നിങ്ങളുടെ കടപ്പാടുകൾ അതിനെ ലംഘിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി അതിൽ കോപിക്കുന്നു. വസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ടാമത്തെ ഖുതുബ, മദീന പള്ളിയിലെ രണ്ടാമത്തെ ഖുതുബ അവസാനിപ്പിക്കുന്നത് എന്നാണ് സീറ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിൽ
തടസ്സങ്ങളില്ലാതെ വിശദീകരണങ്ങളിലേക്ക് പോകാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളി നിർമ്മിച്ചതിന് ശേഷം കേവലം ഒരു പള്ളിയായിട്ടല്ല, ഒരു ഇസ്ലാമിക സാമൂഹ്യക്രമത്തിന്റെയും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെയും ആസ്ഥാനം, കേന്ദ്രം എന്നുള്ള നിലക്ക് ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ അതൊരു പള്ളിയിലെ പ്രഭാഷണമാണോ, അതല്ല ഒരു പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രഭാഷണമാണോ എന്ന് നമുക്ക് റസൂലിന്റെ ഒരു ജീവിതത്തെ വെച്ചുകൊണ്ട് വേർതിരിക്കാൻ കഴിയാത്ത വിധം ഇടകലർന്നതാണ് റസൂലിന്റെ ആത്മീയ ജീവിതവും റസൂലിന്റെ ഭൗതിക ജീവിതവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മതപരമായ ജീവിതവും രാഷ്ട്രീയ ജീവിതവും എന്ന് പറയുന്ന റസൂലിന്റെ ജീവിതത്തിന്റെ രണ്ട് വശങ്ങൾ അറുത്തു മാറ്റാൻ കഴിയാത്ത വിധം, വേർതിരിച്ച് മാറ്റി നിർത്താൻ പറ്റാത്ത വിധം, പരസ്പരം ഇടകലരാൻ പറ്റാത്ത വിധം വേർതിരിച്ചു നിർത്താൻ കഴിയാത്ത അത്ര ഇഴ കൂടി അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് കൂടിക്കലർന്ന് നിൽക്കുന്നതാണ് എന്നതാണ്. പള്ളിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. റസൂലിന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള റസൂലിന്റെ ജീവിതം രൂപപ്പെടുകയും റസൂൽ മദീന രാഷ്ട്രത്തിലെ ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയതും എന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നത് നമുക്ക് സവിശേഷമായി ദീനിനെ കുറിച്ചുള്ള ശരിയായ അറിവും ബോധവും ഉണ്ടാകാൻ സഹായകമായ കാര്യമാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാൻ റസൂലിന്റെ ചര്യയിൽ നിന്ന് ആ ദീനിന്റെ വിശദാംശങ്ങൾ സ്വാംശീകരിക്കുവാൻ ആ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിൽ ബാധ്യതയിൽ നമ്മുടെ പങ്ക് നിർവഹിക്കുവാൻ ഒക്കെയുള്ള തുണയും തൗഫീഖും പ്രദാനം ചെയ്ത് നമ്മെ സവിശേഷമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇടക്കിടക്ക് നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഒരിക്കൽ കൂടി വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യവും അതിൽ പള്ളിയിൽ നേരത്തെ തന്നെ ഹാജരാവേണ്ടതിന്റെ പ്രാധാന്യവും പള്ളിയിലേക്ക് എത്തിച്ചേരുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സ്വഫുകളുടെ പ്രാധാന്യവും ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇടയ്ക്ക് നമ്മൾ മറക്കുകയും വിസ്മരിച്ചു പോവുകയും ചെയ്യുമ്പോൾ അത് ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. നേരത്തെ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും നമ്മുടെ അലസത കാരണമായിട്ടാണ് സവിശേഷമായ അനുഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ നമുക്ക് ഈ ദിവസത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ പരമാവധി നേരത്തെ പള്ളിയിൽ എത്തിച്ചേരാനും ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലുമൊക്കെ ഏർപ്പെടാനും അതേപോലെ തന്നെ പള്ളിയിൽ ആദ്യ സ്വഫുകളിലേക്ക് കടന്നിരിക്കാനും അതുവഴി അല്ലാഹു റസൂലിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള വലിയ പുണ്യങ്ങൾ നിയ്യത്ത് ചെയ്യാനും ഒക്കെയുള്ള സൗഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് സവിശേഷമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം ഉള്ളത്, നമ്മുടെ അൽജാമിയ കുടുംബത്തിൽ നിന്നൊരാൾ വളരെ ആകസ്മികമായി കഴിഞ്ഞ ആഴ്ചയിൽ വിട പറഞ്ഞു പോവുകയുണ്ടായി. നമ്മുടെ ക്യാന്റീനിൽ ജീവനക്കാരനായിരുന്ന വലമ്പൂർ ടൗൺ ജുമാ മസ്ജിദിന്റെ അടുത്ത് താമസിച്ചിരുന്ന കുഞ്ഞു മുഹമ്മദ് എന്ന നാണി, പരേതനായ പാറമേൽ മൊയ്തീൻ കാക്കയുടെ മകനാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ആകസ്മികമായി മരണപ്പെട്ടുപോയി. അൽജാമിയ ക്യാന്റീനിൽ അന്ന് രാത്രിയിലെ പണിയൊക്കെ തീർത്തതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയതായിരുന്നു അദ്ദേഹം. രാത്രി 11:30 മണിയോടുകൂടി പെട്ടെന്ന് ചെറിയ വേദന വരികയും അങ്ങനെ
മരണം വളരെ അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ നാഥൻ അദ്ദേഹത്തിന് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ ജീവിതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അത്തരമൊരു ജീവിതാവസ്ഥയിലേക്ക് ഇതുപോലെ ആകസ്മികമായി ഒട്ടും പ്രതീക്ഷിക്കാതെ വഴിമാറ്റപ്പെടുമ്പോൾ കാരുണ്യവാനായ നാഥൻ നമ്മോടും സവിശേഷമായി കരുണ കാണിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصرنا على القوم الظالمين، اللهم انصرنا على الحكام الظالمين. اللهم إنهم طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا سوط عذابك. اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا المجاهدين في غزة، اللهم انصرهم واهزم أعداءهم أجمعين يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر.